ദിവാൻ റൗണ്ട് അബൌട്ട്. സ്ലോലി പോ. ദിവാൻ റൗണ്ട് അബൌട്ടിൽ നിന്ന് നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് ഗോബ്രയിലോട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ദിവാൻ റൗണ്ട് അബൌട്ടിൽ നിന്ന് ഗോബ്രയിലോട്ട്. മസ്കറ്റിലുള്ള എല്ലാവർക്കും ഇത് സുപരിതമായിരിക്കും അല്ലേ ചേട്ടാ? നമുക്ക് അല്ല, ഇത് അല്ലാതെ കാണുന്നവർക്ക് ഒരു രസം. നമ്മുടെ ഇന്നത്തെ നൈറ്റ് ഡ്രൈവ് 9:15 കേട്ടോ. 9:15. എത്ര സമയം എടുക്കും കേട്ടോ ഇവിടുന്ന് അവിടെ വരെ? 20 മിനിറ്റ്. മോനെ സൗണ്ട് ഉണ്ടാക്കല്ലേ. 20 മിനിറ്റ്. എന്തിനാ? ഇടയ്ക്ക് പാട്ട് കയറിയ കോപ്പിറൈറ്റ്. നല്ല ഏട്ടാ ഇട്ടോ പാട്ട്. ഞാൻ എന്നിട്ട് ഭാഗ്യലക്ഷ്മി പാടുന്നുണ്ടോ? അത് ശരി, അതിന്റെ കൂടെ അങ്ങ് പാടുമല്ലേ? അങ്ങനെ. അങ്ങോട്ടാണോ അൽസീബ്? ആണോ? ഈ ലുലുവിന്റെ പേരെന്ത് വരുന്നു? ഇത് എവിടുത്തെ കറക്റ്റ് പറഞ്ഞു? അൽക്കൂദ് ലുലു. ബദറുൽ സമ അൽക്കൂദ് അല്ലേ? അല്ല, വാമിയോ? അവിടെ വാദിയാണോ ഇനി ആ സ്ഥലം? ഓ, 9:15 കേട്ടോ. എനിക്ക് രാത്രി ഇഷ്ടമാണ്. എനിക്ക് പകലൊട്ടും ഇഷ്ടമാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്. രാത്രി എന്ന് പറയുമ്പോഴേടി ഇവിടെ രാത്രി യാത്രക്ക് നല്ലതാണ്. കാരണം ഇവിടെന്ന് വെച്ചാൽ നമുക്ക് ദുബായില് ഒറ്റയ്ക്ക് വണ്ടിയിൽ പോണ ആരും കൂടെ ഉണ്ടാവരുത്. എന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ള പാട്ടും വെച്ചിട്ട് ഒറ്റയ്ക്ക് യാത്ര. സിംഗപ്പെണ്ണേ, ആ പാട്ടൊന്നുമല്ല, നല്ല കൂൾ പാട്ടൊക്കെ വെച്ചിട്ടേ. ഒരു പാട്ടുണ്ട് അനുരാഗിനി, അങ്ങനെ എന്തോ ഒരു പാട്ടുണ്ട്. അല്ല, നിനക്കതൊക്കെ ഇഷ്ടാവോ? ആ ഒരൊറ്റ പാട്ട് മാത്രമേ എനിക്ക് ഇഷ്ടം. അതല്ലെങ്കിൽ നല്ല ഇംഗ്ലീഷ് പാട്ടുകളുണ്ട്, അതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കൂളായിട്ടൊക്കെ പോണം. എന്താ രസമെന്നറിയോ? മൈ ലൈഫ് മൈ റൂൾസ്. ആലിക്കല്ലേ? അങ്ങോട്ട് ഇറങ്ങാനുള്ള തിരക്ക് നോക്കി. വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ, വൈകുന്നേരം ഇപ്പൊ രാത്രിയായി. നമ്മളെന്തിനാ ഇവരുടെ പുറകെ പോകുന്നത്? ഇവരിങ്ങനെ പെരുക്കം ആണോ? മോനെ അപ്പോളോ NMCയും അപ്പോളോ ഒക്കെ അടുത്തടുത്താണോ? നിനക്കെന്താ NMCയില്? അപ്പൊ കൊച്ചായിരുന്നു, അവിടെ ചെന്ന് സമൂസ മേടിച്ചിരുന്നായിരുന്നു. ഇതൊക്കെയാണ് ഓർമ്മ വരുന്നല്ലേ? പിന്നെ വീട്ടിൽ ഹോർലിക്സ് തൊട്ട് തിന്നുന്നേക്കാൾ ഓർമ്മ വരും. ഓഹോ, ആ NMCയിൽ അങ്ങനല്ലായിരുന്നോ? മത്ര, കോറം, സലാല പോയാലോ? പച്ചപ്പും ഹരിതാപയും പഴയ പച്ചപ്പായിരിക്കും. എനിക്കറിയത്തില്ല. ഇപ്പൊ ഇവിടെ ചൂടാകുമ്പോ അവിടെ തണുപ്പല്ലേ ഏട്ടാ? അല്ല, ഇനിയിപ്പോ അതിന്റെ സീസൺ അല്ലേ? എടേ, ഈ ഞാൻ ഇന്ന് ഇട്ടിട്ട് കണ്ടോ ചക്കയ്ക്ക് 800 പൈസ. അതെവിടെ? അത് അവിടെ അല്ലേ? അല്ല, അന്ന് നമ്മളോട് അവര് പറഞ്ഞില്ലേ വേറെ എങ്ങാണ്ട് ഉണ്ടെന്ന്. അത് തന്നെയാന്ന് തോന്നുന്നല്ലയോ? ഫെലജ് അവിടുന്ന് മാറിയിട്ടില്ലേ സ്ഥലം? ഏട്ടാ, അന്ന് ഒരു സ്ഥലപ്പേരാടി.
അല്ല അന്ന് നമ്മളോട് ഒരാൾ പറഞ്ഞില്ല ഈ ഫെലജിൽ ചക്ക ഉണ്ടെന്ന് അല്ലേ? പക്ഷെ അതങ്ങ് കൂടുതൽ പിടിച്ചു കിടക്കുന്ന. പക്ഷെ എനിക്ക് തോന്നുന്നു അത് എന്തെങ്കിലും തരത്തില് പിന്നെ എന്തോ പാട്ട് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ഒരു പെങ്കൊച്ചിന്റെ അല്ലേ? ഞാനും കണ്ട്. മറ്റേ അവസാനം വന്നിട്ട് ഒരു ഫോട്ടോ ഞാനിട്ട് പോലത്തെ ഒരു ഫോട്ടോ എടുത്ത് രാത്രി ഇത്രയും നേരമായിട്ട് നല്ല തിരക്കല്ലേ? എവിടെ പോകുന്നവരാ എല്ലാരും? ഓ അതെ, ഹെലികോപ്റ്ററോടെ ഇരിക്കുന്നു. ഹെലികോപ്റ്റർ ഇല്ലേ അത്? ദുബായിയുടെ വണ്ടിയല്ലേ ഇത്? അത് കഴിഞ്ഞല്ലോ. അല്ല അത് നേരത്തെ ഉള്ളതാ. പിന്നെ ഫ്ലൈറ്റ് എവിടെ ഇരുന്ന്? ആണോ? ഇത് എങ്ങോട്ട് പോകുന്ന? ഔട്ട് ഓഫ് സർവീസാ. നമ്മുടെ അല്ലേ കൂടെ ബസ് കുറെ ദിവസമായി കേറിയിട്ട്. ചൂട് പക്ഷെ എങ്ങനെയാ പോകുന്നത് അല്ലേ? ഭയങ്കര സൂര്യാഘാതം ഉണ്ടാവുമെന്ന് പറഞ്ഞോണ്ടൊക്കെ പറഞ്ഞേക്കുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ചൂട് ആദ്യത്തെ 2 സ്ഥാനം ഒമാനാ. ലോകത്തെ അത് ശരി. ബർക്കയോ? ചിലയിടത്തങ്ങ് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നുണ്ട്, ചിലയിടത്ത് അത്രയും കാണത്തുമില്ല. പക്ഷെ നമുക്ക് എന്തായാലും എനിക്ക് എനിക്ക് 50 കൂടുതൽ എനിക്ക് അനുഭവപ്പെട്ടു കേട്ടോ. നമ്മുടെ അവിടെ നമുക്ക് പിന്നെ ക്ലോക്കിനകത്ത് നമുക്ക് അറിയാൻ പറ്റി 50. ചില ദിവസങ്ങളിൽ 60 വരെ എത്തുന്നു. അതെന്താ 60? അത് അകത്ത ഇതായിരിക്കും അല്ലേ? അതാ അപ്പോഴും. അതെ ഇവിടെ എന്തോ ആക്സിഡന്റ് ആണോ നടന്നല്ലേ? നമ്മുടെ നാട്ടിൽ ഇപ്പം ഭയങ്കര ചെക്കിങ്ങിനകത്ത് മൊത്തം കഞ്ചാവ് തോരൻ വെക്കാനും കഞ്ചാവ് അവിയൽ വെക്കാനും ഒക്കെ ഇപ്പൊ എടുക്കുന്നേ എല്ലാരും. എത്ര പേരെ പിടിച്ച് പറ വണ്ടിക്ക് മോഡിഫിക്കേഷൻ പറ്റൂന്നേ പണ്ട് പറഞ്ഞായിരുന്നു. സീറ്റിന്റെ കവർ മാറ്റാം, അതിന്റെ പെയിന്റ് മാറ്റാം, ഇതൊക്കെയാണോ മോഡിഫിക്കേഷൻ? അതെ, ഓർഡിനറിക്കാന്ന് പിന്നെ സ്ത്രീകൾക്ക് പിന്നെ ടിക്കറ്റ് വേണ്ട, അല്ല പൈസ വേണ്ടാത്തത്. ഇന്നാണെങ്കിൽ ആരുടെ എങ്ങാണ്ട് വീഡിയോ കണ്ടേട്ടാ, അവരാണെങ്കിൽ ഓൾ ഇന്ത്യ ട്രിപ്പ് കണ്ടായിരുന്ന ചേട്ടൻ പറയുന്നത്. അല്ല ഏതൊരു എനിക്കിനകത്ത് ആകെ ഇഷ്ടപ്പെട്ട ഒരു ഇതെന്ന് വെച്ചാല് പെൺകുട്ടികൾക്ക് 3 ദിവസം അവധി കൊടുക്കുന്നത് മാത്രം. 3 ദിവസം അവധി ഉണ്ടോ? അത് ശരി. വേണമെങ്കിൽ അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. പിന്നെ വേറൊരു കാര്യമുണ്ട്, അങ്ങനെ വരുമ്പോ ആ കുട്ടിക്ക് ഇന്ന കാര്യം കൊണ്ടാ വരാതിരുന്നേ എന്ന് എല്ലാരും. പക്ഷെ അത് വേറൊരു കാര്യമുണ്ട് കേട്ടാ, അത് ഇന്ന കാര്യം എല്ലാ സ്ത്രീകൾക്കും ഉള്ളതാ. അതിന് പിന്നെ ഒരു മാനക്കേടായിട്ട് കാണേണ്ട കാര്യമില്ല, മാനക്കേടായി കാണുമ്പോഴേ ഉള്ളൂ. അതൊരു അയ്യേ എനിക്ക് പീരിയഡ്സ് ആയി അതൊരു മാനക്കേടായി എന്ന് തോന്നുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ അതിനകത്ത് പ്രശ്നം. അതങ്ങനെ തോന്നേണ്ട കാര്യമില്ല. അത് തോന്നേണ്ട കാര്യമില്ല. കാരണം അങ്ങനെയാണല്ലോ ഈ സമൂഹം, അല്ല ഈ ലോകം ഇത്ര ആയത് അല്ലേ? അതിന് പിന്നെ എന്തിനകത്ത് മാനക്കേട് വിചാരിക്കുന്നത്? ഈ സ്ത്രീ ആയി എന്ന് പറയുന്നത് തന്നെ ആരും പറഞ്ഞോണ്ട് അല്ല. ഞാൻ പറഞ്ഞ ഈ അവധി കൊടുക്കുന്നു എന്ന് കൊടുക്കാതിരുന്നപ്പം പറയും എനിക്ക് അവധി തന്നില്ലെന്ന്. കാരണം ഞാൻ പറയട്ടെ, ഒരു അവധി കിട്ടിയിരുന്നെങ്കിൽ ഒട്ടുമുക്കാൽ പിള്ളേർ ഒരു ദിവസം പോവാതിരിക്കുക ചെയ്യുന്നത്, 1-2 ദിവസം പോവാതിരിക്കുക ചെയ്യുന്നത്. പക്ഷെ അതിനകത്ത് ഇത്ര മാനക്കേട് വരേണ്ട കാര്യമൊന്നുമില്ല. ഒരു പ്രായം കഴിയുമ്പം തൊട്ട് എല്ലാ ആൺകുട്ടികൾക്കും അല്ലെങ്കിൽ അധ്യാപകർക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. പിന്നെന്തോ അന്നേരം പിന്നെ അങ്ങനെ അവധി കിട്ടിയാൽ നല്ല കാര്യം. പക്ഷെ ഇത് അധ്യാപകർക്ക് അല്ല അങ്ങനെ ജോലി ചെയ്യുന്നവർക്ക് കൂടെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, പഠിക്കുന്നവർക്ക് മാത്രം ആകാതെ അല്ലേ? MRI എന്ന് വെച്ചാൽ പെട്രോൾ പമ്പിന്റെ അവിടെ എന്തു MRI എന്ന് പറഞ്ഞു? ബിരിയാണി കഴിക്കാൻ പോയില്ലേ? ഓ അവരുടെ നാട്ടിലെ
ഏ ഖത്തർ എയർലൈൻസിന്റെ ഓഫീസായിരുന്നു അത്. പക്ഷെ ഞാനത് ഇതിപ്പോ ഓരോ വലിയ മസ്കറ്റ് ഫിനാൻസ്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള എയർപ്ലെയിൻ ഏതാ? എയർലൈൻസ് എനിക്ക് അങ്ങനൊന്നും ഇഷ്ടമില്ല. ആഗ്രഹമുണ്ട്. എന്താണെന്നറിയാമോ? സൗണ്ട് ഒന്ന് കുറയ്ക്കട്ടെ പാട്ടിന്റെ. എന്റെ വീഡിയോക്ക് ഫുള്ള് കോപ്പിറൈറ്റ്. ഒരു ആഗ്രഹം ഞാൻ പറയാം. എമിറേറ്റ്സ് 380 എനിക്ക് ഒരിക്കലെങ്കിലും പോണം. അത് എക്കണോമിയിൽ പോയാൽ പോരാ, എനിക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പോണം. നീ പോടി, പൈസ വേണ്ടേ? ആ പൈസ ഉണ്ടാക്കി പോണം. അങ്ങനെയാണ് വേണ്ടുന്നത്. ഞാൻ ചാവുന്നതിന് മുമ്പ് കയറിയിരിക്കും. മസ്കറ്റ്, റൂബി, മത്ര, ഗാല, അൽ ഒന്നുകൂടിട്ടോ ഉദൈബയോ? അല്ല അസൈബ അല്ലത്. ഉദൈബ, അൻസാബ്, ഗാല. പറഞ്ഞ സായായി. അല്ല ഞാനിത് ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു സ്ഥലം കേൾക്കുന്നത്. ഞാൻ കേട്ടിട്ടില്ലാത്ത. ചിലപ്പോഴേ ഇത് കഴിച്ചോണ്ട് ഷവർമയാണ് കഴിച്ചോണ്ടിരിക്കും. ഈ പേരൊക്കെ പറഞ്ഞാൽ അസൈബയാണെങ്കിലും എവിടാ നമ്മുടെ വണ്ടിയോ? ഏട്ടാ ഇവിടെ സർവീസിന് വന്നിട്ട് ചാരികസേര ഇരുന്നിട്ട് കോഫി കുടിച്ചിട്ട് അന്നത്തെ ദിവസം മൊത്തം ഏട്ടൻ അടിച്ചു വിളിച്ചിട്ട് വരും ഇവിടെ വന്നിരുന്നത്. അമറാത്ത് മല പള്ളി നമുക്കൊന്ന് കേറണം. നമുക്ക് പോയി പള്ളിയിലൊന്ന് കേറണേ ഏട്ടാ. ഇപ്പൊ പൈസയാ. ആണോ? ഇവിടെ ഓപ്പറ ഹൗസിൽ ഒന്ന് കേറണം. അവിടെ നല്ല കാണാൻ കൊറേ ഉണ്ട്. എന്റെ ഫ്രണ്ട് പോയായിരുന്നു. അപ്പൊ നമുക്ക് ഒരു ദിവസം പള്ളി വരണം. ഇവിടെ മറ്റേ തട്ട കിടന്നോ? അയ്യോ അതെന്ന് പറഞ്ഞപ്പോഴാ പിന്നെ നമ്മുടെ നാട്ടില് ഒരു സ്കൂളില് പിള്ളേർ കുറവുണ്ട്. ആ സ്കൂൾ അടച്ചു പൂട്ടാൻ പോവുക. അങ്ങനെ ഏതോ ഒരു ടീച്ചർ പിന്നെ എവിടുന്നോ കുറച്ച് കൊച്ചുങ്ങളെ കൊണ്ടുവന്നു. ആ കുഞ്ഞുങ്ങൾ തലയിൽ തൊപ്പിയിട്ട് വെള്ള ഡ്രസ്സും ഇട്ടേക്കുന്നു. എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചുങ്ങളെ കൊണ്ടുവന്നു സ്കൂളിൽ കയറ്റി. എല്ലാം കഴിഞ്ഞ് സ്കൂളിൽ കയറ്റി കുഞ്ഞുങ്ങളെ അഡ്മിഷൻ എടുക്കാനായിട്ട് പറയുക. അതൊരു ക്രിസ്ത്യൻ സ്കൂളാണെന്ന്. കാരണം അച്ഛൻ വന്നിട്ടാണ് ഉദ്ഘാടന ചടങ്ങൊക്കെ നടത്തി. എന്ന് വെച്ചാൽ പുതുവർഷത്തിന്റെ ഉദ്ഘാടനം ഉണ്ടല്ലേ, ഇതെല്ലാം നടത്തി അച്ഛൻ അങ്ങ് പോയി. പിന്നെ ഹെഡ് മാസ്റ്ററിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഈ കുട്ടികളെ അഡ്മിഷൻ എടുക്കാനായിട്ട് കൊണ്ടുവരുവാണെന്ന്. കുട്ടികൾ അങ്ങോട്ട് കയറി ടീച്ചർ, പിന്നെ ടീച്ചറാണെങ്കിൽ ഇത്തിരി കഴിയട്ടെ അങ്ങനെ ഇങ്ങനെ ഈ ഹെഡ് മാസ്റ്റർ കേട്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം പറയുവാന്ന് അവര് ഈ വെള്ള തൊപ്പിയും വെള്ള ഡ്രസ്സും ഇടുന്ന ഈ കുട്ടികളെ ഇവിടെ പഠിപ്പിക്കാൻ പറ്റത്തില്ലെന്ന്. അതവര് മുസ്ലിമാണെന്ന്. അങ്ങനെ ഈ സ്കൂളില് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് പഠിപ്പിച്ചില്ലെങ്കിൽ ഒരു ടീച്ചർക്ക് അവരുടെ കുട്ടികളില്ലാതെ വരുമ്പോൾ അവരുടെ ജോലിയാണ് പോകുന്നത്. അങ്ങനെ ആ ടീച്ചർ എവിടുന്നോ കുട്ടികളെ ഇങ്ങനെ വിളിച്ചു കൊണ്ടുവന്നു. അങ്ങനെ 2:30 വരെ ആ കുഞ്ഞുങ്ങൾ അവിടെ വിശന്ന് നിൽക്കുവാണെന്ന്. എന്നിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കാൻ പറഞ്ഞപ്പം ഇന്ന് അവര് സ്കൂളിൽ വന്ന് നിൽക്കുമല്ലോ. എടേ ആ ടീച്ചർ പറഞ്ഞെന്ന് അവർക്ക് ചോറ് ഇവിടെ വെച്ചത് തികയത്തില്ലെന്ന്. എന്ത് മനുഷ്യരുടെ അവര്, എന്ത് സ്ത്രീയാണ് അവര്, അവരൊരു അധ്യാപികയാണോ? ഈ അധ്യാപികയ്ക്ക് ഒരു അസുഖം വന്നാലേ അവരെ നോക്കുന്ന ഡോക്ടറുടെ ജാതി നോക്കിയിട്ട് അവർ മരുന്നെടുക്കുന്നത്. പാർക്കിംഗ് ഇവിടെയൊക്കെ എന്തോ ഹോട്ടലുകളാണോ? ഇങ്ങോട്ട് വഴി കാണുന്നുണ്ട്. ഇമ്പീരിയൽ കിച്ചൺ. ഇതെന്ത് ഷാർജ എത്തിയണക്കൊണ്ടല്ലേ ഏട്ടാ? ഇവർക്ക് ഇതൊക്കെ ഉണ്ടോ? അല്ലടി എന്തുണ്ടോന്ന് ഇവിടെ എന്തുവാ? അതൊരു വലിയ ഹോട്ടലാട്ടോ. പേര് കാണാൻ പറ്റും. ഇവിടെ സ്കൈ ഗാർഡൻ. ഇതെന്തു കേട്ടോ? അതൊരു ഓക്കെ പറഞ്ഞു. അതൊരു ഹോട്ടൽ കേട്ടോ. ഇവിടെ കണ്ടല്ലായിരുന്നു കേട്ടോ നമ്മള് പണ്ട് മീൻ മേടിക്കാൻ വരുന്നേ. അല്ല നമ്മൾ എനിക്ക് ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് തോന്നി പണ്ട്. ബേസ്മെന്റ് പാർക്കിംഗ്. ഇവിടെ ആള് കുറവുണ്ട് കേട്ടോ ഫുഡ് ലാൻഡില്. അല്ല നേരത്തെ ഉണ്ടായിരുന്നു. നമ്മളെ വന്ന സമയത്ത് ആളുണ്ടായിരുന്നു. നെസ്റ്റോ ഇതിനകത്തുണ്ടല്ലേ? ഇതിപ്പോ അൽക്കയർ. അപ്പൊ നമ്മൾ അങ്ങനെ അൽക്കയറി എത്തി. 13 വർഷമായി മസ്കറ്റ്. 13 15 16 ആവുന്നു. അല്ല 16 ആയി.
അപ്പൊ നമ്മൾ വീണ്ടും അൽക്കയറി എത്തി. ഞാനിങ്ങനെ എനിക്കിത് മാത്രമേ ഉള്ളൂ ഏട്ടാ ചിന്ത. അല്ല ഞാൻ ചോദിക്കട്ടെ, എനിക്കിത് മാത്രമേ ഉള്ളൂ ചിന്ത? എനിക്ക് എന്തെല്ലാം കാര്യമുണ്ട്. ഒരു വീടെടുത്ത് തിരിച്ചു വെക്കുന്ന 2 പിള്ളേരെ നോക്കണം. പണ്ട് അവനല്ലേ അല്ല ഞാനല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാം കേട്ടെടുത്ത് ഇരുന്നിട്ട് എനിക്ക് ഞാനിപ്പോ കേൾക്കുന്നു അതങ്ങ് കളയുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളിതാ അൽക്കയറി എത്തിയിട്ട് അൽക്കയറി എത്തി. എന്നിട്ട് നമ്മൾ തിരിച്ചു പോവാ. ഞാൻ വായിച്ചായിരുന്നത്. അപ്പൊ നമ്മളെ അൽക്കയറി വന്നിട്ട് തിരിച്ച് നമ്മള് വീട്ടിലോട്ട് പോവാ. ഇപ്പൊ സമയം എത്രയായി? 10:30 കഴിഞ്ഞ്. രാത്രി 10:30 കഴിഞ്ഞ്. നാട്ടിലുള്ളവര് ശരിക്കും 10:30 ആയിട്ടും വീട്ടിൽ കയറാതെ ഇങ്ങനെ നടക്കുന്നല്ലേ. ഇവർക്കൊന്നും ഉറക്കമില്ലേ? നാട്ടിലൊക്കെ രാവിലെ എവിടെയെങ്കിലും ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ 7 മണിക്ക് കയറി കിടന്ന് ഉറങ്ങുന്ന ആൾക്കാരായിട്ടാ. ആണ് സത്യം. രാവിലെ 8 മണിക്ക് പോണം, 7 മണിക്ക് അങ്ങ് ഉറങ്ങാം. പക്ഷെ നമ്മള് അതെ നമ്മൾ അങ്ങോട്ട് പോവാന്നോ? അപ്പോഴേ നമ്മള് അൽക്കയറിലെ വലിയ ഫ്ലാഗ് അല്ലേ, ഒമാനിലെ ഏറ്റവും വലിയ ഫ്ലാഗ്. അങ്ങനെ ഒമാനിലെ ഏറ്റവും വലിയ ഫ്ലാഗും കണ്ടിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുക. അൽക്കയറിൽ നിന്ന് നമ്മൾ തിരിച്ചു പോവുക. ഒമാനിലെ ഏറ്റവും വലിയ ഫ്ലാഗാണ് ആ കാണുന്നത്. ഫ്ലാഗ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.